Good morning. Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സില് വാഹിക മാം എവിടെ വരെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്ത് നിർത്തിയത്? എത്ര എണ്ണം പറഞ്ഞിരുന്നു? മിസ് 17ാമത്തെ സ്റ്റീമിംഗ് ഇൻഹേലർ വരെ. സ്റ്റീമിംഗ് ഇൻഹേലർ വരെ കംപ്ലീറ്റ് ആണ് അല്ലെ? അവിടെ വരെ കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, ശരി. 18 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? എക്കോ തുടങ്ങി അല്ലെ? ശരി. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് എക്കോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന് മുൻപുള്ള 17th വരെയും ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ അവിടെ വരെ? ഓക്കെ അല്ലേ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ. ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് വൺ ആണ് എക്കോ. എക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അല്ലെ? എക്കോ ടെസ്റ്റ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? എന്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എക്കോ ചെയ്യാറ്? ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ്? എന്താണ് റിപ്ലൈ ഇല്ലാതെ? ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എക്കോ ചെയ്യാറ്? എക്കോ ടെസ്റ്റ് ചെയ്യാന്ന് പറയാറില്ലേ? ഹാർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെ? അതാ ഹാർട്ടുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് തന്നെയാണ് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, എ ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് എക്കോകാർഡിയോഗ്രഫി ഓർ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ട്, അപ്പൊ എക്കോ എന്ന് നമ്മൾ വളരെ ഷോർട്ട് ആയിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ അതിന് ശരിക്കും അതിനെ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് എക്കോ കാർഡിയോഗ്രഫി എന്ന് പറഞ്ഞാലും ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? എക്കോ തന്നെയാണ്. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്കോയുടെ അല്ലെങ്കിൽ ഓൾസോ നോൺ എക്കോ ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്ന് ചോദിക്കാം. അപ്പൊ അതിൽ ചിലപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവാം കേട്ടോ. എക്കോ കാർഡിയോഗ്രഫി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. കൂടുതൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ആ ഒരു പേരാണ് അല്ലെ? ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുള്ളത് എക്കോ കാർഡിയോഗ്രഫി എന്നുള്ളൊരു പേര് തന്നെയായിരിക്കും. ആണല്ലോ, കാരണം അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാനില്ല. എക്കോ എന്നുള്ളൊരു വേർഡ് അതിന്റെ കൂടെ ഉണ്ട് അല്ലെ? രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്നായിരിക്കും. അത് നമ്മൾ കേട്ടിട്ട് പരിചയമില്ലാത്തൊരു ടേം ആയിരിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യും. ശരിയല്ലേ? പക്ഷെ തേർഡ് ഓപ്ഷൻ എന്തായിരിക്കും? ബോത്ത് എ ആൻഡ് ബി എന്നായിരിക്കും. അത് വളരെ ചുരുക്കമുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബോത്ത് എ ആൻഡ് ബി ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ ആരുടെ തെറ്റി? ഒരെണ്ണം മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ട് പേരും പഠിച്ചു വെച്ചിരിക്കുക. നെയിം ഓഫ് എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്നും എക്കോയെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എക്കോ എന്ന് വളരെ ഷോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്നതാണ്. അതിനെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് എക്കോ കാർഡിയോഗ്രഫി എന്നും അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്നും അറിയപ്പെടുന്നു. Clear ആണല്ലോ? And echo uses sound waves to design pictures of your heart chambers, valves, walls and the blood vessels, that is aorta, arteries and veins attached to your heart എന്നാണ് കേട്ടോ. അവിടെ നിങ്ങളുടെ ശരിയായിട്ടാണോ കിടക്കുന്നത്? ഹാർട്ട് എന്നാണോ കിടക്കുന്നത്? അറ്റാച്ച് യുവർ ഹാർട്ട്, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസ്. അതൊന്ന് ശരിയാക്കിയേക്കണേ. നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് വെസൽസ് അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹാർട്ടിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ് അയോർട്ട, ആർട്ടറി, വെയിൻസ് ഒക്കെ അല്ലെ? അപ്പൊ അതിന്റെ പിക്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഓരോ വാൽസും വാൾവുകളുണ്ട് അല്ലെ? ഭിത്തികളുണ്ട്, അവകളുടെ ഭിത്തികൾ. ആ വാൾസിന്റെ പിക്ചേഴ്സ് എടുക്കാം. അതുപോലെ വാൽവ് ഉണ്ട് അല്ലെ? നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളില് വാൽവുകളുടെ പിക്ചേഴ്സ് എടുക്കാം.
അതുപോലെ ഹാർട്ടിന്റെ ചേംബേഴ്സ്, ഓരോ അറകളുടെയും പിക്ചേഴ്സ്, ഹാർട്ടിലെ ചേംബേഴ്സിന്റെ ഒക്കെ പിക്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി അൾട്രാസൗണ്ട് വേവ്സ് അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എക്കോ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഇതിൽ കവർ ആവുന്നുണ്ട്. ഒരു എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ ചേംബേഴ്സിന്റെ ആയിക്കോട്ടെ, വാൽവുകളുടെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഭിത്തികൾ, ആ ഒരു ചേംബേഴ്സിന്റെ ഒക്കെ ആ ഒരു വാൾസ് അല്ലെങ്കിൽ ഭിത്തികളുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്? അയോട്ട, ആർട്ടറി, വെയിൻസ് മുതലായിട്ടുള്ള ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽസിന്റെയും പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് എ probe called a transducer is passed over your chest. നമ്മുടെ ആ ഒരു ഭാഗം, ആ ഒരു പിക്ചർ നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഒരു പ്രോബ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ സ്കിന്നിന് മുകളിലേക്ക് ഇപ്പൊ ഒരു നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലൂടെ ഒരു എന്താണ് സ്റ്റിക്ക് പോലത്തെ ഒരു പ്രോബ് വെച്ച് എന്ത് ചെയ്യും? അങ്ങോട്ടോട്ട് മൂവ് ചെയ്തല്ലേ ആ ഒരു പിക്ചർ എടുക്കുന്നേ. സ്കാൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഇതുപോലൊരു പ്രോബ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ട്രാൻസ്ഡ്യൂസർ കേസ് ഓർക്കുന്നുണ്ടോ? ഈ ഒരു പിക്ചറിൽ ഓൾറെഡി നമുക്കത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. നോക്കി ആ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലെ? നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെസ്റ്റിന്റെ ആ ഒരു ഇവിടെ എക്കോ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്താണല്ലോ. ആ ചെസ്റ്റിന്റെ ഭാഗത്ത് ഈ ഒരു ട്രാൻസ്ഡ്യൂസർ കേസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ് യൂസ് ചെയ്തുകൊണ്ടാണ് തന്നെയാണ് ആ ഒരു ട്രാൻസ്ഡ്യൂസർ കേസ് അല്ലെങ്കിൽ ആ ഒരു പ്രോബിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് വിളിക്കുന്നത്. ആ ഒരു സ്റ്റിക്ക് പോലത്തെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടാണ് ആ ഒരു ഇമേജസ് നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു പിക്ചേഴ്സ് ഈ എക്കോ വഴി യൂസ് ചെയ്യുന്നത്. നമ്മുടെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു പിക്ചേഴ്സ് എടുക്കുന്നത്. ഒരു എക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ രണ്ട് പേരുകൾ പഠിക്കണം. ഏതൊക്കെ പേരാ പഠിക്കേണ്ടത്? എക്കോ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകള് ഏതൊക്കെയാണ്? ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു പോകണം കേട്ടോ. ഒരുപാട് പഠിച്ചു നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏതൊക്കെ പേരുകളാണെങ്കിൽ രണ്ട് പേരുകൾ നമ്മൾ പഠിക്കില്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? എന്താണ് രാവിലെ തന്നെ ഫുഡൊന്നും കഴിച്ചില്ലേ? എന്താണ് ഒരു ഇതില്ലാത്ത ഒരു ഉഷാറില്ലല്ലോ? എക്കോ കാർഡിയോഗ്രാഫി എന്ന് അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പേര് ഏതാ പറഞ്ഞത്? ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് അല്ലെ? അൾട്രാസൗണ്ട് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആ രണ്ട് പേരുകൾ പഠിക്കാം. അതുപോലെ തന്നെ ഏത് ടെസ്റ്റ് ആണ് നമ്മുടെ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസൈൻസ് ഓഫ് ദ പിക്ചേഴ്സ് ഓഫ് യുവർ ഹാർട്ട് ചേംബേഴ്സിന്റെ, വാൽവുകളുടെ, അല്ലെങ്കിൽ ഹാർട്ടിന്റെ വാൾസിന്റെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസിന്റെയും പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ് എക്കോ കാർഡിയോഗ്രാഫി അല്ലെങ്കിൽ എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. Then next one ആണ് EEG. കേട്ടിട്ടില്ലേ EEG? EEGയുടെ എക്സ്പാൻഡ് ഫോം എന്താണ്? EEG എന്താണ് EEGയുടെ എക്സ്പാൻഡ് ഫോം? ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഒന്ന് എഴുതി വെച്ചേ. ഇല്ലാത്തവർ ഇതിൽ ഓൾറെഡി നോട്ടിലില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ് EEGയുടെ എക്സ്പാൻഡ് ഫോം. അത് ചോദിക്കാറുണ്ട്. എല്ലാ ECG ആണെങ്കിലും EEG ആണെങ്കിലും ഒക്കെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എഴുതി വെച്ചേക്കാം കേട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ് EEGയുടെ ഫുൾ ഫോം. Okay, and EEG is used to find problems in the electrical function of the brain that may be connected with certain brain disorders. The measurements given by an EEG are used to verify various conditions, including seizure disorders such as epilepsy, head injury, etc.
ഇവിടെ ഒരു EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റ് പ്രധാനമായിട്ടും എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാ? യൂസ് ടു ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ ദ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന്, അതെ, ബ്രെയിൻ ഡിസോർഡേഴ്സ് പോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം. And may be connected with certain brain disorders. അല്ലെ, നമ്മുടെ ബ്രെയിൻ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബ്രെയിൻ ഡിസോർഡേഴ്സോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. And the measurements given by an EEG are used to verify various conditions. ഈ ഒരു EEG ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന മെഷർമെന്റിലൂടെ ആ മെഷർമെന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരുപാട് കണ്ടീഷൻസ്, പലതരത്തിലുള്ള വേരിയസ് കണ്ടീഷൻസ്. ഇപ്പൊ നമ്മുടെ ഇൻക്ലൂഡിങ് സീഷർ ഡിസോർഡേഴ്സ്, ഇപ്പൊ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എപ്പിലെപ്സി. എന്താണ് എപ്പിലെപ്സി? അപസ്മാരം, അല്ലെ? അപ്പൊ അതുപോലെയുള്ള നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒത്തിരി ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ച്, അതുപോലെ ഒരു ഹെഡ് ഇഞ്ചുറി വന്നിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടോ എന്നറിയണമെങ്കിൽ ഈ EEG ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പൊ EEG എടുത്തിട്ട് ആ ഒരു ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്ത് ആ ഒരു ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് വിലയിരുത്തുകയും അതിലൂടെയാണ് ആ ഒരു ബ്രെയിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് EEG എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ECG ആണെങ്കിൽ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ECG ആണെങ്കിൽ എന്തുമായി കണക്ട് ചെയ്യണം? ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെ? EEG ആവുമ്പോ അത് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ് ടു ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ ദ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ബ്രെയിൻ ഡിസോർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ നമുക്ക് ഈ ഒരു EEG മെഷർമെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി EEG. വായിച്ചു കഴിയുമ്പോ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണേ. നെക്സ്റ്റ് വണ്ണാണ് ഒഫ്താൽമോസ്കോപ്പ്. ഒഫ്താൽമോസ്കോപ്പ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ഒഫ്താൽമോസ്കോപ്പ്. കാരണം നമ്മൾ ബാക്കി എല്ലാ ഭാഗത്തെയും കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് അറിയാലോ എന്തുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട ഒരു എക്യുപ്മെന്റ്? വെരി ഗുഡ്, ഐയുമായിട്ട്, അല്ലെ? കണ്ണുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരേ ഒരു ടെസ്റ്റും ഒരേ ഒരു എക്യുപ്മെന്റുമാണ് ഒഫ്താൽമോസ്കോപ്പ് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ ശരീരവും ബാക്കി മറ്റു ഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട്. പക്ഷെ കണ്ണുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഒഫ്താൽമോസ്കോപ്പ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നോക്കി, ഒഫ്താൽമോസ്കോപ്പി എന്നാണ് കേട്ടോ ഇവിടെ, ഓൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി. ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്നത്. അപ്പൊ എപ്പോഴും പ്രൊസീജിയേഴ്സിനെയാണ് ഫണ്ടോസ്കോപ്പി അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പി, അല്ലെ, ലാപ്രോസ്കോപ്പി, അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയറിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അവിടുത്തെ ആ ഒരു ഉപകരണത്തെയാണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യത്തെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒഫ്താൽമോസ്കോപ്പി എന്നാക്കാം കേട്ടോ.
ophthalmoscopy is also called fundoscopy. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഒഫ്താൽമോസ്കോപ്പിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് fundoscopy എന്ന് പറയുന്നത്. And is a test which permit a health professional which permit a health professional to watch inside the fundus of the eye and other structures using an ophthalmoscope or fundoscope. ഇവിടെ ophthalmoscope എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്. നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സിന്റെ പിക്ചേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഫണ്ടസ് ഓഫ് ദ ഐ. എന്താണ് ഫണ്ടസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ബാക്ക് എൻഡിലുള്ള ഭാഗത്തെ, ഏറ്റവും അടിഭാഗത്തെയാണ് നമ്മുടെ ഫണ്ടസ് എന്ന് പറയുന്ന ഭാഗം. അതായത് ഇപ്പൊ ഒപ്റ്റിക് നെർവ്സ്, റെറ്റിന, അതുപോലെ വിഷൻ. ഏറ്റവും കൂടുതൽ നമ്മുടെ വിഷ്വൽ ആയിട്ടുള്ള ഇമേജസ് കാണാനും അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് റെറ്റിനയും അതുപോലെ ഒപ്റ്റിക് നെർവ്സും മറ്റ് ഒപ്റ്റിക് ഡിസ്കുകളും ഒക്കെ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫുണ്ടസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫുണ്ടസ് ഓഫ് ദ ഐ, ആ ഒരു ഭാഗത്തെ കുറിച്ചുള്ള ചിത്രങ്ങൾ എടുക്കാം. അതോടൊപ്പം തന്നെ കണ്ണിന്റെ മറ്റു ഭാഗങ്ങളുടെയും സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫുണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഉപകരണം വെച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫുണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. And it is performed as part of an eye examination. ഒരു കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ, ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? കൃത്യമായിട്ട് ആ ഒരു പെർഫോമൻസ്, ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അല്ലെങ്കിൽ or may be performed as part of customary physical examination. സാധാരണ നമുക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഭാഗവുമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഭാഗമായിട്ട് സാധാരണ ഫിസിക്കൽ എക്സാമിനേഷൻ, ശാരീരിക പരിശോധനകളുടെയൊക്കെ ഭാഗമായിട്ടും ഇത് എന്ത് ചെയ്യാറുണ്ട്? ചെയ്ത് നോക്കാറുണ്ട്. എപ്പോഴും ഒരു ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എപ്പോഴും എന്തുമായിട്ട് കണക്ട് ചെയ്യുക? ഐയുമായിട്ട് കണക്ട് ചെയ്യുക. കണ്ണുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫുണ്ടോസ്കോപ്പി എന്ന് പറയുന്നത് അവിടെ എന്താണ് ശരിക്കും ആ ഒരു പ്രൊസീജിയറിലൂടെ ചെയ്യുന്നത്? ശരിക്കും ഈ ഒരു ടെസ്റ്റിലൂടെ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ത് ചെയ്യുന്നു? വാച്ച് ഇൻസൈഡ് ദ ഫണ്ടസ് ഓഫ് ദ ഐ ആൻഡ് അതർ സ്ട്രക്ചേഴ്സ്. ഒരു ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു ഫുണ്ടോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ പിക്ചേഴ്സ് ഏത് ഭാഗത്ത്? പ്രധാനമായിട്ടും ഫണ്ടസ് ഓഫ് ദ ഐ, നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ഭാഗത്തെയാണ്, ഏറ്റവും അടിഭാഗത്തെ പിക്ചേഴ്സ് എടുക്കാൻ എന്തിനു വേണ്ടി സഹായിക്കുന്ന? നമ്മുടെ വിഷൻ അല്ലെങ്കിൽ കാഴ്ചവയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെയാണ് റെറ്റിനയും ഒപ്റ്റിക് ഡിസ്കും അതുപോലെ ബ്ലഡ് വെസൽസും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വൈറ്റൽ പാർട്ടാണ്. നമ്മുടെ ഐയുടെ വിഷനുമായി ബന്ധപ്പെട്ട, വിഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗം പ്രധാനമായിട്ടും ആ ഭാഗത്തെ പിക്ചേഴ്സ് എടുക്കാനാണ്. അത് കൂടാതെ നമ്മുടെ കണ്ണിന്റെ മറ്റ് സ്ട്രക്ചേഴ്സിന്റെയും പിക്ചേഴ്സ് നമുക്ക് ഇതുവഴി അല്ലെങ്കിൽ ഇമേജസ് നമുക്ക് ഇതുവഴി ഉപയോഗിക്കാം, ഇതുവഴി എടുക്കാൻ പറ്റും. ഈ ഒരു ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫുണ്ടോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് സാധാരണ ഒരു കണ്ണിന്റെ എന്തൊരു ശാരീരിക കണ്ണിന്റെ പരിശോധനയുമായി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഒരു ശാരീരിക പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ഒഫ്താൽമോസ്കോപ്പി ചെയ്യാറുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. കംപ്ലീറ്റ് ആയോ? വേഗം ഒന്ന് വായിക്കണേ. ഒരുപാട് സമയം എടുക്കരുത്, നമുക്ക് പോർഷൻസ് തീർക്കാനുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ശരി. നമ്മൾ നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ്. ഹോൾട്ടർ മോണിറ്റർ കേട്ടോ. ഇതും ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഹോൾട്ടർ മോണിറ്റർ, ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അത് എന്താണെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഹോൾട്ടർ
monitor is a portable device which operate with the help of a battery. ഒരു ബാറ്ററിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. And it measures and records your heart functioning, that is ECG. നമ്മുടെ ഒരു ECG എടുക്കില്ലേ? ECG എങ്ങനെയാ എടുക്കുന്നത്? വളരെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുക്കും അല്ലെ? ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നമ്മുടെ ഹാർട്ട് എത്രത്തോളം പ്രവർത്തിക്കുന്നു അതല്ലേ അവിടെ നോക്കുന്നത് അല്ലേ? ഒരു ECGയിൽ അങ്ങനെയല്ലേ നമ്മൾ നോക്കുന്നത്? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ എത്ര നമ്മുടെ ഹാർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതാണ് നമ്മളൊരു ടൈം ലിമിറ്റിനുള്ളിലാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഇത് ECGയുടെ പ്രൊസീജിയേഴ്സ് സെയിം തന്നെയാണ് ഇവിടെ. അതായത് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു 24 മുതൽ 48 മണിക്കൂറോ അതിൽ കൂടുതലോ, അത് ഏത് ടൈപ്പ് ഓഫ് ഡിവൈസ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു മിനിമം ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ. ഒരു ECG എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് അല്ലെ, കുറച്ച് സമയത്തേക്ക് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എടുക്കണമെങ്കിൽ രണ്ടാമതൊന്നുകൂടി ECG ചെയ്ത് നോക്കണം. ശരിയല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത് ചെയ്ത് നോക്കണം അല്ലെ? പിന്നെ ഒരു ഹോൾട്ടർ മോണിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എപ്പോഴും ഈ ഒരു ECG പ്രൊസീജിയർ ചെയ്യേണ്ട, മറിച്ച് ഈ ഒരു ഉപകരണം അവരുടെ ശരീരത്തോട് ഘടിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ആ ഒരു ഹാർട്ടിന്റെ ഫങ്ഷൻസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സാധിക്കും. മനസ്സിലായോ? അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പോർട്ടബിൾ ഡിവൈസ് ആണ്. ECG എങ്ങനെയായിരുന്നു? നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അങ്ങനെയല്ല, നമുക്ക് കണ്ടിന്യൂസ് ഇപ്പൊ അവരെവിടെയെങ്കിലും അവർക്ക് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ അവരുടെ ബോഡിയിൽ ഇത് വളരെ ചെറിയ ഒരു ഉപകരണമാണ്. അപ്പൊ അതുകൊണ്ട് ബാറ്ററിയുടെ സഹായത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പേടിയുമില്ല, അത് കണ്ടിന്യൂസ്ലി അതവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മിനിമം ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ എന്തായാലും അത് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ കൂടുതൽ കിട്ടുന്നത് നല്ല രീതിയിലുള്ള ഇതുപോലെയുള്ള നല്ല രീതിയിലുള്ള പോർട്ടബിൾ ഡിവൈസ്, ഏത് ടൈപ്പ് ഓഫ് ഡിവൈസ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ അതിൽ കൂടുതൽ സമയത്തേക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ECG എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആ ഒരു ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും സഹായിക്കുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. The instrument has the size of a small camera. ആ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ സ്മോൾ സൈസ് ആണ് അല്ലെ, ഒരുപാട് വലിയ സൈസ് ആണോ? ആ ഒരു വ്യക്തിയുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഒരു മെഷീൻ കണ്ടോ? അതാണ് ഇപ്പൊ പറയുന്നത്. അവിടെ വളരെ സ്മോൾ സൈസ്, ഒരു ക്യാമറയുടെ ചെറിയൊരു ക്യാമറയുടെ സൈസിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണിത്. അതുകൊണ്ട് നമുക്ക് ക്യാരേജ് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ് അല്ലെ. ആൻഡ് ഇറ്റ് ഹാസ് വയേഴ്സ് with silver dollar sized electrodes that fix to your skin. ഇതിൽ വയേഴ്സ് പോയിരിക്കുന്നത് കാണാലോ അല്ലെ? അവിടെ ഒരു സിൽവർ ഡോളേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ECG ആണെങ്കിലും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇലക്ട്രോഡ്സിലൂടെയാണ് അല്ലെ നമ്മളത് കൺവേ ചെയ്ത് ഇത് എന്ത് ചെയ്യുന്നത്? മെഷർമെന്റ് എടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഇലക്ട്രോഡ്സ് നമ്മുടെ സ്കിന്നുമായിട്ട് പ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഉപകരണത്തിൽ കൃത്യമായിട്ട് ആ ഒരു ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മെഷർ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. ഒരു ഹോൾട്ടർ മോണിറ്ററിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇത് ഒരു ബാറ്ററിയുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ്. രണ്ടാമത് പറഞ്ഞത് ഇത് നമ്മുടെ ECG മെഷർമെന്റ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് മെഷർമെന്റ് എടുക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇതിന്റെ പ്രത്യേകത നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അതിനനുസരിച്ച് ഏത് ഉപകരണമാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളും അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് കാർഡിയാക് ടേബിൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു ടേബിൾ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് കാരണം കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെ? പിന്നെയൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഓരോന്നും പഠിക്കുമ്പോൾ ഇനിയൊക്കെ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഒബ്സർവേഷൻ കൂടിയിട്ടുണ്ടാവും എന്നാ തോന്നുന്നത്. ശരിയല്ലേ? മുൻപ് ഹോസ്പിറ്റലിൽ പോയിരുന്ന പോലെ നിങ്ങൾ വെറുതെ പോയിരിക്കാറുണ്ടോ? എവിടെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചാൽ അതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ എന്നൊക്കെ ആലോചിക്കാറില്ലേ? തോന്നിയിട്ടില്ലേ ഇങ്ങനെയൊന്നും? നോക്കാറുണ്ട് അല്ലെ? നമ്മൾ കുറച്ചും കൂടി ഒബ്സർവേഷനിലൂടെ കൂടി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ വീക്ഷിക്കാറുണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ അല്ലെ? നമ്മൾ ഓർത്തെടുക്കും അല്ലെ? റിവൈൻഡ് ചെയ്തെടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് തോന്നുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ഉപകരണങ്ങൾ പഠിക്കുമ്പോഴും ഇനി ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ ഈ ഉപകരണമാണല്ലോ ഞാൻ പഠിച്ചത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് അതൊക്കെ ഒന്ന് ഫെമിലിയർ ആവാം കേട്ടോ. നമുക്ക് ഈ ഒരു കാർഡിയാക് ടേബിൾ എന്ന് പറഞ്ഞാല് സാധാരണ നമ്മുടെ ഹോസ്പിറ്റൽസിലെ ഓരോ റൂമുകളിൽ അല്ലെങ്കിൽ വാർഡുകളൊക്കെ കാണുന്ന ടേബിൾ തന്നെയാണ് കേട്ടോ. കാഷ്വാലിറ്റിയിലൊക്കെ കാണാറുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. A table in the hospital for patients used when hospitalized. ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലൈസ്ഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണ്. ഇത് ശരിക്കും ഒരു ഒറ്റ പർപ്പസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. Bed table set in front with a pillow on it. Patients can incline forward and take rest. ഇതൊരു ബെഡ് ടേബിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എപ്പോഴാണ് ബെഡ് ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുക? അതിന്റെ ഫ്രണ്ടിൽ ഒരു പില്ലോ കവർ അല്ലെങ്കിൽ ഒരു പില്ലോ വെച്ചിട്ട് നമുക്കൊരു ബെഡ് ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് വരുന്ന ഒരു പേഷ്യന്റിന് ഒന്ന് റെസ്റ്റ് ചെയ്യണം, ഒരു ബെഡ് പോലെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിലൊരു പില്ലോ ഫ്രണ്ടിൽ ഒരു പില്ലോ വെച്ചിട്ട് പേഷ്യൻസിന് എന്ത് ചെയ്യാം? ഒന്ന് ലീവ് സൈഡിൽ കിടക്കുകയോ അല്ലെങ്കിൽ എന്താണ് നിവർന്ന് കിടന്നോ ഒരു അത്യാവശ്യം നമുക്കൊരു റെസ്റ്റ് വേണമെങ്കിൽ ആ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടേബിൾ വിത്തൗട്ട് എ പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് മീൽസ്. അപ്പൊ പില്ലോ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബെഡ് ആക്കണമെങ്കിൽ ഒരു പില്ലോ നമ്മൾ യൂസ് ചെയ്തു. അല്ല ടേബിൾ വിത്തൗട്ട് പില്ലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാനായിട്ട് ഇപ്പൊ അവിടുത്തെ നഴ്സസ് ഒക്കെ ആണെങ്കിൽ അവർ എഴുതാനായിട്ട് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് പോലെ മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളും ഫയലുകളൊക്കെ എഴുതി റൈറ്റ് ചെയ്ത് ശരിയാക്കി റെഡിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് എഴുതാനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ പേഷ്യൻസിന് വേണമെങ്കിൽ ഇപ്പൊ വാർഡിലോ അല്ലെങ്കിൽ അതുപോലെ കാഷ്വാലിറ്റിയിലുള്ള പേഷ്യൻസിന് എന്തെങ്കിലും മീൽസ് ഭക്ഷണങ്ങൾ കഴിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിളായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ പല യൂസ് ആട്ടോ, മൾട്ടിപ്പിൾ യൂസ് ആണ്. അൺയൂസ്ഡ് ഫോർ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആണ് ആസ്മ. അതുപോലെ തന്നെ കാർഡിയാക് കണ്ടീഷനിലുള്ള ആസ്മയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ അവരുടെ കംഫർട്ടിനനുസരിച്ച് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞ് കിടക്കണമെങ്കിലോ അല്ലെങ്കിൽ നിവർന്ന് കിടക്കണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഒരു കാർഡിയാക് ടേബിൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ പല സിറ്റുവേഷൻസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബെഡായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു പില്ലോ കവർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെരിഞ്ഞ് കിടക്കണോ അല്ലെങ്കിൽ നിവർന്ന് കിടക്കാണോ റെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് റെസ്റ്റ് എടുക്കാം. അതല്ല പില്ലോ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഒരു റൈറ്റിങ്ങിന് വേണ്ടി എഴുതുന്നതിന് വേണ്ടി ഒരു ടേബിൾ ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ടേബിൾ ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഇപ്പൊ കാർഡിയാക് കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടി ആസ്കെപ്പ് ഉള്ളവർക്ക് പെട്ടെന്ന് പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, വേഗം വായിച്ചു നോക്കേ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് EMG. എന്താണ് EMG? ഇലക്ട്രോ മയോഗ്രഫി. അപ്പൊ മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും. ECG, അടുത്ത ഏതാ പഠിച്ചേ? EEG പഠിച്ചു അല്ലെ? മൂന്നാമത്തെ തേർഡ് വൺ ആണ് EMG, ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മസിൽ റെസ്പോൺസ്. അതിന്റെ എക്സ്പാൻഡ് ഫോം ഇതിന്റെ മൂന്നിന്റെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. EMGയുടെ എന്താണ്? ഇലക്ട്രോ മയോഗ്രഫി എന്നാണ്. And muscle response or electrical function in response to a nerve stimulation of the muscle. അപ്പൊ ഒരു മസിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മസിൽസ് ആണ്. മയോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മസിൽസുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. EMG മസിൽസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മസിൽസിന്റെ റെസ്പോൺസ്
or electrical function in response to a nerve stimulation of the muscle. ഒരു മസിൽസിനോടുള്ള മസിൽസുമായി ബന്ധപ്പെട്ട നെർവ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ നെർവ്സ് ഉണ്ട്. അപ്പൊ നെർവ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഉത്തേജനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസിന്റെ ആ ഒരു മസിൽ റെസ്പോൺസ് എങ്ങനെയാണ്, അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണെങ്കിൽ അതിന്റെ ആ ഒരു മസിൽസിൽ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ആണ് EMG എന്ന് പറയുന്നത്. The test is used to help find neuromuscular deformity. In the course of the test, one or more small needles, also called electrodes, are connected through the skin into the muscle. ഇവിടെ നിങ്ങൾ ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ആ ഒരു പിക്ചറിലും ഇതുപോലെ തന്നെ സ്കിന്നുമായി ബന്ധം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനടിയിലെ മസിൽസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, സ്മോൾ നീഡിൽസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ അതിനെ തന്നെയാണ് ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്മോൾ നീഡിൽസ് അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് ഒന്നോ അതിൽ കൂടുതലോ പ്ലേസ് ചെയ്യുകയും അതിലൂടെയാണ് നമ്മൾ ഈ ഒരു മെഷർമെന്റ് ആയിട്ട് സഹായത്തോടു കൂടി എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ECG ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ചെറിയ സ്മോൾ നീഡിൽസോ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ നീഡിൽസ് ഏത് ഭാഗത്തെയാണോ നമുക്ക് ആ ഒരു പ്രവർത്തനം അറിയേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ ആ ഒരു എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ആ ഒരു മസിൽസിന്റെ റെസ്പോൺസ്, ആ ഒരു നെർവ് സ്റ്റിമുലേഷൻ വരുമ്പോൾ നെർവ്സിലൂടെയുള്ള ആ ഒരു ഉത്തേജനം കൊടുക്കുമ്പോൾ മസിൽസിന്റെ റെസ്പോൺസ് അതിലൂടെ എങ്ങനെയാണ് മസിൽസ് അതിനോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം അവിടെ എങ്ങനെയാണ് നടക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സഹായത്തോടു കൂടി മോണിറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഹെൽപ്പ് ടു ഫൈൻഡ് ന്യൂറോമസ്കുലർ ഡിഫോർമിറ്റീസ്. അപ്പൊ നമ്മുടെ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട മസിൽസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിഫോർമിറ്റീസ് വൈകല്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ പർട്ടിക്കുലർ ചിലപ്പോൾ ചില ഭാഗത്തെ ഒരു പർട്ടിക്കുലർ ഭാഗത്തായിരിക്കും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. ആ ഒരു ഭാഗത്തെ നെർവ്സിന്റെ പ്രവർത്തനങ്ങള് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ആയി വരുന്ന നമ്മുടെ മസിൽസിന്റെ പ്രവർത്തനങ്ങള് അതിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ തന്നെ ന്യൂറോമസ്കുലർ ഡിഫോർമിറ്റീസ് നമ്മുടെ മസിൽസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വൈകല്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കുറിച്ചും മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ് EMG, ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എയർവേ. എയർവേ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ് എന്നാണ്. അഡ്ജന്റ് എന്നാണ് രണ്ടുപേരും അറിയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. മെഡിക്കൽ ഡിവൈസ്, അപ്പൊ അതൊരു സെറ്റ് ഓഫ് കുറച്ചധികം ടൂൾസ് ഉൾപ്പെടുന്നതാണ് കേട്ടോ. And it is used to sustain or open a patient's airway. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പേഷ്യന്റിന്റെ എയർവേ അല്ലെ, അവരുടെ എയർവേ ഓപ്പൺ ആക്കി നിലനിർത്താനായിട്ട്, ഓപ്പൺ ആക്കി അല്ലെങ്കിൽ എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് എയർവേ എന്ന് പറയുന്നത്. And it does this by preventing the tongue from wrapping the epiglottis, which could prevent the person from breathing. അപ്പൊ ചില സമയത്ത് സർജറി ചെയ്യുന്ന സമയത്താവാം അല്ലെങ്കിൽ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോ ചില ആളുകളുടെ നാവ് ഇറങ്ങിപ്പോവാറുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോകും നമ്മൾ നാവിൻ തൊട്ട് താഴെ കാണുന്ന ഒരു ഭാഗം തന്നെയാണ് എപ്പിഗ്ലോട്ടിസ് അല്ലെ, നമ്മുടെ അന്നനാളത്തെയും ശ്വാസനാളത്തെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് അല്ലെ. നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഭക്ഷണങ്ങളോ വെള്ളമോ കാര്യങ്ങളോ ഒന്നും പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ തടയുന്ന ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു തരുണാസ്ഥയാണ്. അപ്പൊ ആ ഒരു എപ്പിഗ്ലോട്ടിസിനെ ചില സമയങ്ങളിൽ ഈ ഒരു നാവ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, അതിനെ വ്രാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയൊരവസ്ഥ വരാറുണ്ട്. അങ്ങനെ വരുമ്പോ അത് എന്തിലേക്ക് നയിച്ചേക്കാം, കുഡ് പ്രിവെന്റ് ദ പേഴ്സൺ ഫ്രം ബ്രീത്തിങ്, അവർക്ക് ശ്വസിക്കാനായിട്ട് ചില സമയം, കാരണം അവർ ബോധാവസ്ഥയിലാവുമ്പോൾ ആവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനൊന്നും വരാതെ പ്രോപ്പർ ആയിട്ട് ആ ഒരു വ്യക്തിയുടെ എയർവേ എപ്പോഴും ഓപ്പൺ ആക്കി ഇരുത്താനും അതുവഴി അവർക്ക് ബ്രീത്തിങ് വളരെ ഈസി ആക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എയർവേ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു എയർവേ എപ്പോഴും ആ പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ആക്കി നിർത്താന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഡിവൈസുകളെയാണ് എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയുന്നത്.
രണ്ട് പേരുകൾ അറിയപ്പെടുന്നു. മെഡിക്കൽ ഡിവൈസ് എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്നറിയപ്പെടുന്നു. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പേഷ്യൻസിന്റെ എയർവേ എപ്പോഴും ഓപ്പൺ ആക്കി അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് എപ്പോഴും ഒരുപോലെ സ്ഥിരമായിട്ട് ഓപ്പൺ ആയിട്ട് നിലനിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ്. ഇതിനു വേണ്ടി ജസ്റ്റിസ് ബൈ പ്രിവെന്റിംഗ് ടങ്ക് താഴേക്ക് ഇറങ്ങി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ അനസ്തീഷ്യയുടെ ഭാഗമായിട്ടൊക്കെ ടങ്ക് താഴേക്ക് ഇറങ്ങി എപ്പിഗ്ലോട്ടിസിലേക്ക് ഒതുങ്ങുകയും അതുവഴി ചിലപ്പോൾ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടി ഓൾറെഡി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എയർവേ ഓപ്പൺ ആക്കി വെക്കുക. ഈ എയർവേ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എയർവേ ബ്രീത്തിങ്ങിന് വേണ്ടി നമ്മൾ ബ്രീത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി വെക്കുക എന്ന് പറയുന്നത്. വേഗമായി ചോദ്യം. Okay. So next one ആണ് PFT. PFT എന്താ? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് കേട്ടോ. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. അത് എക്സ്പാൻഡ് ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്. PFTയുടെ എക്സ്പാൻഡ് ഫോം എന്താണ് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് are a collection of tests that measure how ably your lungs work. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടെസ്റ്റുകളാണ്. ഒരു ടെസ്റ്റിനെ മാത്രമല്ല പറയുന്നത്. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പൾമണറി എന്ന് പറയുന്ന വേർഡ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? പൾമണറി എന്ന് പറയുന്ന വേർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാർഡിയോ എന്ന് പറയുമ്പോൾ ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. പൾമണറി എന്ന് പറയുമ്പോൾ ലെൻസുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം നമ്മുടെ ലെൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഓൾറെഡി നിങ്ങൾ നമ്മുടെ മെഡിക്കൽ ടെർമിനോളജിയിലൊക്കെ ഇത് പഠിച്ചിട്ടില്ലേ? ഷോർട്ട് വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടില്ലേ? അബ്രിവിയേറ്റഡ് ഫോംസ് പഠിച്ചിട്ടുണ്ട്. പ്രിഫിക്സ് സഫിക്സ് പഠിച്ചപ്പോ പഠിച്ചതല്ലേ ഓരോ കാര്യങ്ങളോ? ഓർക്കുന്നുണ്ടോ? മറന്നുപോയോ? ഓക്കെ. എക്സാമിന് പ്രിപ്പയർ ആയി തുടങ്ങിയോ? തുടങ്ങിയിരുന്നോ? ഇനി അധികം ദിവസങ്ങളില്ല. ഈ ആഴ്ചയും കൂടി നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവും. അധികം ദിവസം ഉണ്ടാവില്ലല്ലോ. 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ടൈം ടേബിളുകൾ വരും. ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കും. അപ്പോ അതിനനുസരിച്ച് ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ആവട്ടെ. സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരിക്കലും ഇനി സമയം കളയാനില്ല. സ്റ്റഡി ലീവ് കിട്ടുമ്പോൾ പഠിക്കാമെന്ന് വെച്ചിരിക്കണ്ട. കുറച്ച് ഭാഗങ്ങളായിട്ട് പഠിച്ച് ഇപ്പോഴേ തുടങ്ങാം കേട്ടോ. അന്നേരത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ബർഡൻ ആവില്ല. ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചായിട്ട് ആദ്യമേ തുടങ്ങിയോലെ. ആദ്യം ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ 3rd and 4th മോഡ്യൂളിന്റെ എക്സാം ആയിരിക്കും. മോഡൽ എക്സാം ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒരു എക്സാം തന്നില്ലേ? 1 and 2 തന്നില്ലായിരുന്നോ? മൊഡ്യൂൾ എക്സാം തന്നില്ലേ? അതുപോലെ തന്നെയുള്ള എക്സാം ആയിരിക്കും ഇനി വരുന്നത് കേട്ടോ. സ്റ്റഡി ലീവ് ബുക്ക് ഉണ്ടാവും കേട്ടോ. സ്റ്റഡി ലീവ് ബുക്ക് ഉണ്ടാവും. എന്തായാലും ഒരുപാട് ദിവസം നമുക്ക് സ്റ്റഡി ലീവ് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പഠിക്കാനുള്ള സമയം സ്റ്റഡി ലീവ് നിങ്ങൾ അനുവദിച്ചു തരും. എന്നാൽ പോലും 3rd and 4th മോഡ്യൂളിൽ അറിയാലോ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അത്രയും 1 and 2 പോലെയൊന്നും അല്ല അല്ലേ? ശരിയല്ലേ മിസ് പറയണേ? നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരെക്കാൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും റെക്കോർഡഡ് ക്ലാസ് കാണുന്ന ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സമയങ്ങൾ എടുത്ത് ഓരോരോ ബുദ്ധിമുട്ടുള്ള ഓരോ ഭാഗങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന ഓരോരുത്തർക്കും എല്ലാം കപ്പാസിറ്റി ഒരുപോലെ ആയിരിക്കില്ല, സമയം ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ നിങ്ങളുടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങള് മാക്സിമം ഇതിന് വേണ്ടിയിട്ട് എക്സാം കഴിയുന്ന വരെയും അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ളൂ ടീച്ചേഴ്സ് പറഞ്ഞില്ല എക്സാം ആയി ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നോക്കിയല്ലേന്നൊന്നും വിചാരിക്കില്ല. നമ്മുടെ ആവശ്യമാണ് അല്ലെ? ഓരോരുത്തരുടെയും ആവശ്യമാണ്. നമ്മുടെ സമയം നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലെ? എന്റെ സമയത്ത് നിങ്ങളോട് ഞങ്ങൾ പറയാണ് നിങ്ങൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. പലരും വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റു ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം നിങ്ങൾ കണ്ടെത്തുക, അതിനനുസരിച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ എക്സാം ടൈം ടേബിൾ വരുമ്പോൾ അയ്യോ ഇപ്പൊ ടൈം ടേബിൾ ഇത്രയും നേരത്തെ ആയല്ലോ എന്നൊന്നും വിചാരിക്കരുത്.
നമ്മൾ ഇപ്പോഴേ തുടങ്ങി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ബാക്കി കിട്ടുന്ന സമയങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. തേർഡ് ആൻഡ് ഫോർത്ത് കുട്ടിയോടും എപ്പോഴും നിങ്ങൾ റിവൈസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞ് അന്ന ദിവസം ഇന്ന് പഠിച്ചു അത് ഓക്കെയാണ്, ചിലപ്പോ അന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. പിറ്റേ ദിവസം നിങ്ങൾ ചിലപ്പോൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞ കാര്യം പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ എപ്പോഴെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ ഒന്ന് റിവൈസ് ചെയ്ത് വിടാം. അപ്പൊ നമുക്ക് ഓർമ്മയിലുണ്ടാവും കേട്ടോ. കാരണം 1 and 2 നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും, അത് നമുക്കും അറിയാം. കാരണം ഡിപ്പാർട്ട്മെന്റുകളാണ്, നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? ശരിയല്ലേ മിസ് പറയുന്നത്? നിങ്ങൾക്ക് 1 and 2 അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നമുക്ക് പരിചയമുള്ള ഡിപ്പാർട്ട്മെന്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു അല്ലെ? അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. പക്ഷെ തേർഡ് ആൻഡ് ഫോർത്തിലേക്ക് വന്നപ്പോഴല്ലേ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഫോളോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയത്. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ സാധാരണ തേർഡ് ആൻഡ് ഫോർത്തിലേക്ക് വരുമ്പോൾ മോസ്റ്റ്ലി പ്രോബബ്ലി കുറച്ച് ക്ലാസ്സുകൾ അധികം ആളുകൾ ഓൺലൈനിൽ കയറാറില്ല, ഓഫ്ലൈൻ ആയിട്ട് പോവാറുണ്ട്, മറ്റേ റെക്കോർഡിംഗ് ക്ലാസ് കാണാനായിട്ടുള്ള രീതിയിൽ പോവാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ തേർഡ് ആൻഡ് ഫോർത്ത് തീരുന്നത് വരെയും ഓൾമോസ്റ്റ് സ്ഥിരം കയറുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കുറച്ച് മിക്ക ക്ലാസ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളിലാണ് കുറച്ചും കൂടി കൂടുതൽ കുട്ടികൾ ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്തത് കേട്ടോ. തേർഡ് ആൻഡ് ഫോർത്തിൽ പ്രത്യേകിച്ച് കേട്ടോ. അത് നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മൾ എപ്പോഴും പറയും ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിലാണ് എപ്പോഴും കുറച്ചധികം കുട്ടികൾ ഉണ്ടാവാറുണ്ട്. സാധാരണ തേർഡ് ആൻഡ് ഫോർത്ത് വരുമ്പോൾ കുറച്ചധികം പേര് റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷെ തേർഡ് ആൻഡ് ഫോർത്തിലാണ് കുറച്ചും കൂടി നമ്മള് ഓൺലൈൻ ക്ലാസ്സുകൾ കാണേണ്ടത്. ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? 1 and 2 നമുക്ക് റെക്കോർഡഡ് ക്ലാസ് എന്തായാലും നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ തേർഡ് ആൻഡ് ഫോർത്തിൽ വരുമ്പോഴാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ. അതാണ് ശരിക്കും കാണേണ്ടത്. പക്ഷെ കുറെ ആളുകൾ അങ്ങനെയാണ് ചെയ്യാറ്. നമുക്ക് നിർബന്ധം പറയാൻ, കാരണം ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളും ഇതുപോലെ തന്നെ നിങ്ങളോട് ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളും ഇല്ലാതെ പോകുന്നതും അത് തന്നെയാണ്. നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുകയും വേണം. അതുപോലെ ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയാണോ? നിങ്ങൾക്ക് കണ്ടു നോക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾ ഓൺലൈനിൽ കയറുന്ന സ്ഥിരം കാണുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. അതേസമയം റെക്കോർഡ് ക്ലാസ് കാണുന്ന ആളുകൾ മാത്രമാണെങ്കിൽ അവർ വളരെ കുറച്ച് സമയമായിരിക്കും, ആ ഒരു സമയം വളരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിയായിരിക്കും അതൊന്ന് കാണാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അതും ഇതും സംസാരിച്ചുകൊണ്ടിരുന്ന ഉള്ള സമയം അവരുടെ നഷ്ടപ്പെടുത്തല്ല വേണ്ടത്. അവർക്ക് കിട്ടാവുന്ന ഒരു മണിക്കൂർ അവർ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ അവർക്ക് അതിനുള്ള നോട്ട്സ് അല്ലെങ്കിൽ ക്ലാസ്സോ കിട്ടിയിരിക്കണം വേണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ എനിക്ക് എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ഓൾമോസ്റ്റ് എനിക്ക് ഇംഗ്ലീഷ് മാത്രമാണ് കുറച്ചൊന്ന് ഇന്ററാക്ഷനിലൂടെ പോകുന്നത്. അല്ലാത്ത ക്ലാസ്സുകളൊക്കെ നമ്മൾ മാക്സിമം ക്ലാസ്സുകളായിട്ട് നമുക്ക് പോർഷൻസ് കവർ ചെയ്ത് വിടാനാണ് ശ്രമിക്കാറ്. എല്ലാവരും ഓൺലൈനിൽ ഇരിക്കുന്നവരായിക്കോട്ടെ റെക്കോർഡ് കാണുന്നവരായിക്കോട്ടെ ഒരുമിച്ച് അവർക്ക് 2 കൂട്ടരുടെയും സാറ്റിസ്ഫാക്ഷൻ ചെയ്യാന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അധികം ഇന്ററാക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ. ഓൾറെഡി നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ പോർഷൻസ് കംപ്ലീറ്റ് ആവും. അതിനനുസരിച്ച് ടീച്ചേഴ്സ് പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് മാനേജ്മെന്റിന് അവിടെ നിന്ന് നിങ്ങളുടെ ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. എന്നാണ് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് ടൈം ടേബിൾ വരിക, എക്സാം ഒക്കെ എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ കേട്ടോ. ഓക്കെ ശരി, ഒന്ന് പറഞ്ഞു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിയാണ്, നമുക്ക് അടുത്തയിലേക്ക് പോവാലോ. അപ്പൊ നമ്മള് PFT ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് കേട്ടോ. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ടെസ്റ്റുകളാണ്. നമ്മുടെ ലെൻസിന്റെ എത്രത്തോളം നമ്മുടെ ലെൻസ് പ്രവർത്തിക്കുന്നുണ്ട്, നല്ല കഴിവോടുകൂടി നമ്മുടെ ലെൻസ് നല്ല കഴിവോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളെയാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതില് പ്രധാനമായിട്ടും ദിസ് കണ്ടെയ്ൻസ് ഹൗ വെൽ യു ആർ കേപ്പബിൾ ഓഫ് ബ്രീത്തിങ്. നമുക്ക് എത്രത്തോളം നന്നായിട്ട് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ലെൻസിന്റെ കപ്പാസിറ്റി വ്യത്യാസമായിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും എത്രത്തോളം നന്നായിട്ട് നിങ്ങളുടെ ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ എഫക്റ്റീവ് your lungs are able to bring oxygen to the rest of your body. നമ്മുടെ ബോഡിയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്ര നന്നായിട്ട് നമ്മുടെ ലെൻസിന് ഓക്സിജൻ എഫക്റ്റീവ് ആയിട്ട് ക്യാരി ചെയ്ത്
കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളെയാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. PFT പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റുകള് അല്ലെങ്കിൽ PFTയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ഇതൊരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ലെൻസിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് നമ്മുടെ ലെൻസ് പ്രവർത്തിക്കുന്നു എന്നറിയാൻ അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റ് ആണ്. അപ്പൊ അതില് ഹൗ വെൽ യു ആർ കേപ്പബിൾ ഓഫ് ബ്രീത്തിങ്, എത്ര നന്നായിട്ട് നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ എത്ര കാര്യക്ഷമമായിട്ട് നമുക്ക് ലെൻസിന് എന്ത് ചെയ്യുന്നു, എയർ ഓക്സിജൻ ക്യാരി ചെയ്ത് കൊണ്ടുപോരാനും അതിനനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങളിലേക്ക് കൊടുക്കാനും എത്ര വളരെ എഫക്റ്റീവ് ആയിട്ട് സാധിക്കുന്നുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളെയാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേഗം ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് യൂറോഫ്ലോമീറ്റർ. കേട്ടിട്ടുണ്ടോ യൂറോഫ്ലോമീറ്റർ? ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. യൂറോഫ്ലോമീറ്റർ അല്ലെങ്കിൽ യൂറോഫ്ലോമെട്രി എന്ന് പറയുന്ന പ്രൊസീജിയറിയാണ് കേട്ടോ. ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which is used to measure the flow of urine in the course of urination. അതായത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂറിന്റെ ഫ്ലോ അല്ലെങ്കിൽ അളവ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഫ്ലോയിലാണ് യൂറിൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് യൂറോഫ്ലോമെട്രി അല്ലെങ്കിൽ യൂറോഫ്ലോമീറ്റർ ആണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. ഇനി ഈ ഒരു യൂറിന്റെ ഫ്ലോ, the speed of urine flow is calculated electronically and evaluated how well the urinary tract works. അപ്പൊ ഇവിടെ ഒരു യൂറോഫ്ലോമെട്രി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു യൂറിന്റെ ഫ്ലോ, യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂറിന്റെ ഫ്ലോ എത്രത്തോളം സ്പീഡിലാണ് യൂറിൻ പാസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക്കലി കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നു, അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഹൗ വെൽ ദ യൂറിനറി ട്രാക്ട് വർക്ക്, ഓരോ പേഷ്യന്റിന്റെയും യൂറിനറി ട്രാക്ട് എത്ര നന്നായിട്ട് പ്രവർത്തിക്കുന്നു, അപ്പൊ എത്ര ഫ്ലോയിലാണ് എത്ര സ്പീഡിലാണ് ആ യൂറിൻ പുറത്തേക്ക് പോകുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഉപകരണം വെച്ച് ഇലക്ട്രോണിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും മാത്രം മനസ്സിലാക്കി, വളരെ സിമ്പിൾ ആയിട്ട് ഓരോന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ക്ലിയർ ആണോ? യൂറോഫ്ലോമെട്രി യൂറിനുമായി ബന്ധപ്പെട്ടാണെന്നും അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് യൂറിന്റെ ഫ്ലോയുടെ സ്പീഡ് അല്ലെങ്കിൽ എത്രത്തോളം സ്പീഡിൽ അല്ലെങ്കിൽ എത്രത്തോളം ഫ്ലോയിലാണ് യൂറിൻ പോകുന്നത് എന്ന് മെഷർ ചെയ്യാനും ഇലക്ട്രോണിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് യൂറോഫ്ലോമീറ്റർ. ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ഇത് നമ്മള് കണ്ടിട്ടുണ്ടാവും അല്ലെ, ലാബുകളിലൊക്കെ കണ്ടിട്ടില്ലേ മൈക്രോസ്കോപ്പ്? The base is the support mechanism. ഇതിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇതിന്റെ ബേസ്, ഏറ്റവും അടിഭാഗം എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അല്ലെ. ആ ഒരു മൈക്രോസ്കോപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് is a microscope with a head that has 2 eyepiece lens. അപ്പൊ 2 eyepiece lens ഉണ്ട്, കാണാൻ പറ്റുമായിരിക്കുന്നത്. നോക്കുന്ന 2 eyepiece lens ഉണ്ട്, കണ്ടിട്ടുണ്ടോ? മൈക്രോസ്കോപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. 2 eyepiece ലെൻസ് ആണ് അതിനുള്ളത് ഹെഡ് ഭാഗത്തായിട്ട്. At present, the binocular is generally used to refers to compound or high power microscope where the 2 eyepieces view through a single objective lens. ഇവിടെ നമുക്കൊരു ബൈനോക്കുലർ 2 കോമ്പൗണ്ട്, ഒരു ഹെഡായിട്ട് പറയുന്നത് 2 ബൈനോക്കുലർ മൈക്രോസ്കോപ്പിന്റെ 2 ഐപീസ് ലെൻസുകളാണുള്ളത്. അതിന്റെ ബേസ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് മെക്കാനിസം ആണ്. ഈ 2 ഐപീസ് ലെൻസുകളിലൂടെ നമുക്ക് ഒരു ഹൈ പവർ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്, അതാണ് പ്രത്യേകിച്ച് പറയുന്നത്, കോമ്പൗണ്ട് ഹൈ പവർ മൈക്രോസ്കോപ്പ് എന്നാണ് നമ്മൾ പേഴ്സണലി ജനറലി ഇത് വിളിക്കുന്നത്. വേറെ 2 ഐപീസ് ലെൻസ് നമ്മൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് ഈ ഇമേജുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 2 ഐപീസ് ലെൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ നമുക്ക് അതിന്റെ പിക്ചേഴ്സ് എന്ത് ചെയ്യുന്നത് കുറച്ച് ഹൈ പവറിലാണ് നമുക്ക് കാണാൻ, കുറച്ചും കൂടി ഡീപ്പായിട്ട് ഹൈ പവറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ഒരു
ഹെഡ് ഭാഗമാണ്. ഹെഡ് ഭാഗത്ത് 2 ഐപീസ് ലെൻസുകളുണ്ട്. അതുപോലെ ഒരു ബേസ് ഭാഗമുണ്ട്. ആ ബേസ് ഭാഗം ശരിക്കും ഒരു സപ്പോർട്ട് മെക്കാനിസം സപ്പോർട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ 2 ഐപീസ് ലെൻസുകളും നമുക്ക് വ്യൂ ത്രൂ എ സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസ്, ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സഹായിക്കുന്നതാണ് ഹൈ പവർ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വേഗം റിപ്ലൈ ചെയ്യാട്ടോ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. മനസ്സിലാവുന്നില്ല മിസ് ഒന്നും പറയണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സെൻട്രിഫ്യൂജ്. ഇത് നമ്മൾ ലബോറട്ടറിയിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ലാബിലൊക്കെ ചെല്ലുന്ന സമയത്ത് കണ്ടു കാണും സെൻട്രിഫ്യൂജ്. സെൻട്രിഫ്യൂജ് ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഈ ഒരു സെൻട്രിഫ്യൂജ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. A centrifuge is a laboratory instrument that is used to separate fluids, gas or liquid based on their density. അപ്പൊ ഈ ഫ്ലൂയിഡ് ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, അതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ആ വസ്തുക്കളുടെ സാന്ദ്രതയനുസരിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതിന് വേണ്ടി ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. And separation is attained by spinning a vessel. ഇതിന്റെ ആ ഒരു റൗണ്ട് ഭാഗത്ത് ഉള്ളില്, ആ ഒരു വെസലിന്റെ ഉള്ളില് എന്ത് ചെയ്യുന്നു, ഈ മെറ്റീരിയൽസ് ടെസ്റ്റ് ട്യൂബ് പോലെയുള്ള ഐറ്റംസ് ഉണ്ടാവും. അതിനുള്ളില് ഇപ്പൊ ഫ്ലൂയിഡ് ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, എന്താണോ ആ ഒരു മെറ്റീരിയല് എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യും. അതിനുശേഷം ഇത് ഹൈ സ്പീഡിൽ ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ റൊട്ടേഷനിൽ ഉണ്ടാകുന്ന ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി പ്രൊപ്പൽസ് ഹെവിയർ മെറ്റീരിയൽസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ വെസൽ, ലോവർ സൈഡ് ഓഫ് ദ വെസൽ ആണ് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലബോറട്ടറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മള് ചെളിവെള്ളം കലക്കി പണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാറില്ലായിരുന്നു. ചെളിവെള്ളം കലക്കി കഴിയുമ്പോൾ തെളിഞ്ഞ ഭാഗം മുകളിൽ വരും, അതിന് കുറച്ചും കൂടി കട്ടിയുള്ള ഭാഗം നടുക്ക് വരും, ഏറ്റവും ഹെവിയർ ആയിട്ടുള്ള താഴെ വരും. പണ്ട് ചെറുപ്പത്തിലെ നമ്മൾ ചെയ്തിട്ടില്ലേ? മനസ്സിലായോ? പണ്ട് നമ്മള് ചെറുപ്പത്തിലെ ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെയും മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ഇപ്പൊ ഒരു നമ്മുടെ ബ്ലഡിന്റെ തന്നെ നോക്കിയാൽ മതി. ബ്ലഡിന്റെ സെപ്പറേഷൻ ആണ് വേണ്ടത് എങ്കിൽ ബ്ലഡിന്റെ ഏറ്റവും വാട്ടറി പ്ലാസ്മയൊക്കെ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും കട്ടിയുള്ള ഭാഗം എവിടെയായിരിക്കും? ഏറ്റവും അടിയിലായിരിക്കും. മനസ്സിലായോ? അതിനുശേഷം അതിന് കുറച്ച് കട്ടി കുറഞ്ഞ ഭാഗം നടുക്ക്, അതിനും ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള വാട്ടറി ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭാഗമായിരിക്കും മുകളിൽ വരിക. അപ്പൊ അങ്ങനെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെസ്റ്റ് ട്യൂബുകളിലാക്കി ഇത് സെൻട്രിഫ്യൂജിനുള്ളിൽ വെക്കുകയും അതൊരു ഹൈ സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ എപ്പോഴും താഴേക്കും, ലോവർ ആയിട്ടുള്ള അധികം കട്ടിയില്ലാത്ത മെറ്റീരിയൽസ് മുകളിലേക്ക് അങ്ങനെ ലെയർ ആയിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഫ്ലൂയിഡ് ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ, ലിക്വിഡ്സ് ആയിക്കോട്ടെ, അതിന്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് ഓരോന്നിന്റെയും ഡെൻസിറ്റിക്ക് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. പേരാണോ സെൻട്രിഫ്യൂജ്? ചോദിക്കാറുണ്ട്. സെൻട്രിഫ്യൂജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് മിനി റോട്ടറി ഷേക്കർ എന്നാണ് കേട്ടോ. മിനി റോട്ടറി ഷേക്കർ ഒരു ആറുണ്ട് അവിടെ. It helps to mix fluids in test tubes and glass vessels of different volume. അപ്പൊ പല വോളിയത്തിലുള്ള ഫ്ലൂയിഡുകള്, ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത ഫ്ലൂയിഡ് ആവാം, അല്ലെങ്കിൽ ഗ്ലാസ് വെസൽസ് എടുത്ത പോടാം. അപ്പൊ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഷേക്കർ ഉണ്ട് അല്ലെ, മിക്സിയുമായി ബന്ധപ്പെട്ട ഒരു ഷേക്കർ ജാർ ഇല്ലേ? നമുക്ക് ഷേക്കർ എന്ന് പറഞ്ഞാൽ ഷേക്കർ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാർ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഒരു ഗ്ലാസ് വെസൽസ് ഓഫ് ഡിഫറെന്റ് വോളിയം, ഗ്ലാസ് വെസലിലെയോ ടെസ്റ്റ് ട്യൂബുകളിലോ വ്യത്യസ്ത വോളിയത്തിലുള്ള ഫ്ലൂയിഡുകളെ തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ. പ്രധാനമായിട്ടും ഈ ഷേക്കർ ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ പാത്തോളജി. പ്രധാനമായിട്ട് പാത്തോളജി, പല രോഗങ്ങളെ കണ്ടെത്താനും അതുമായി ബന്ധപ്പെട്ട് മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പെരിമെന്റുകൾ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ എക്സ്പെരിമെന്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പല വോളിയത്തിലുള്ള എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡുകൾ എടുക്കുന്നു, അത് നമുക്ക് കൃത്യമായിട്ട്
കൃത്യമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെസലിൽ എടുക്കുന്നതാവാം. അത് കൃത്യമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ. അത് പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യാറുണ്ട്, മൈക്രോബയോളജിയുമായി ബന്ധപ്പെട്ടോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടോ മോളിക്കുലർ ബയോളജിയുമായി ബന്ധപ്പെട്ടോ പഠനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റുകൾക്ക് വേണ്ടിയിട്ടും പല വോള്യത്തിലുള്ള ഫ്ലൂയിഡ്സ് എടുക്കുമ്പോൾ അവ തമ്മിൽ മിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ. ഷേക്കർ എന്നാണ് കേട്ടോ. ക്ലിയർ ആണോ? മിനി റോട്ടറി ഷേക്കർ. ഇതാണ് റിപ്ലൈ ഇല്ലാത്ത. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വൺ ആണ് ത്രെഡ്മിൽ ഓർ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതിന്റെ പിക്ചർ കണ്ടു കാണും അല്ലെ? ആളുകൾ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടു കാണും അല്ലെ? അപ്പൊ ത്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് ചോദിക്കാറുണ്ട്. ഈ ത്രെഡ്മിൽ ടെസ്റ്റിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഒരു കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റിന്റെ മറ്റൊരു പേര് എന്താണ്? അത് രണ്ട് രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ഓൾസോ നോൺ ആസ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് ആൻഡ് ദിസ് ഈസ് എ കാർഡിയോളജിക്കൽ ടെസ്റ്റ് ദാറ്റ് It's a cardiological test that evaluates the heart capacity to respond to external stress in a controlled clinical environment. അപ്പോൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റിൽ എത്രത്തോളം ഹാർട്ടിന്റെ കപ്പാസിറ്റിയാണ്. അപ്പൊ നമ്മളൊരു സ്ട്രെസ് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് കൊടുക്കുമ്പോൾ ആ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. അതായത് പ്രധാനമായിട്ടും ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ഇവിടെ ശരിക്കും നമ്മുടെ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനം എത്രത്തോളം ആണ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ അറിയാം, ഒരു ECG മോണിറ്റർ ഉണ്ട് അല്ലെ? അവരിങ്ങനെ ഒരു ത്രെഡ്മിൽ ഉപയോഗിച്ചു. ത്രെഡ്മിൽ കണ്ടാൽ അറിയാലോ, കണ്ടിട്ടില്ലേ ത്രെഡ്മില്? ആ ത്രെഡ്മില്ലിൽ പ്രവർത്തിക്കുമ്പോ ആ ത്രെഡ്മില്ല് പതുക്കെ അവരുടെ സ്പീഡ് ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിനനുസരിച്ച് സ്പീഡ് കൂടി കൊടുക്കും. അപ്പൊ അവർ ആ ത്രെഡ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ബ്ലഡ് പ്രഷർ നോക്കും, ECG നോക്കും, അതുപോലെ തന്നെ ഹാർട്ടിന്റെ ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ കപ്പാസിറ്റി. ഈ 3 കാര്യങ്ങളും അവിടെ ഹാർട്ട് റേറ്റ് എത്രത്തോളമാണ്, ECG എങ്ങനെയാണ്, അവിടെ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്, ഇത് 3ഉം അറ്റ് എ ടൈം തന്നെ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ നമ്മളിവിടെ മെഷർ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് അതിൻ്റെതായ ഒരു ടെക്നീഷ്യനെ കൂടി അതിന്റെ അവിടെ നിർത്തിയിരിക്കും. ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് ആ ഒരു നോക്കിയപ്പോ സ്ട്രെസ് റെസ്പോൺസ് ഈസ് പെർസ്യൂഡഡ് ബൈ എക്സൈറ്റ് ഓർ ബൈ ഡ്രഗ് സ്റ്റിമുലേഷൻ. ഒന്നിനെങ്കിലും ഒരു ഡ്രഗ് കൊടുത്തോണ്ട് ഉത്തേജനം നൽകാം, അല്ലെങ്കിൽ അല്ലാതെ ഈ പറഞ്ഞ പോലെ ത്രെഡ്മില്ലിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ ഒരു ഉത്തേജനം കൊടുക്കുമ്പോൾ അവർ അതിനനുസരിച്ച് ത്രെഡ്മില്ല് എന്ത് ചെയ്യുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ത്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മൂവ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ചിലപ്പോൾ അവർ പറയുന്ന സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, ഡ്രോപ്പ് ആവും, അതിൽ മതിയാവും. അവർക്ക് വളരെ ക്ഷീണമായിട്ട് ടയേർഡ് ആവുമ്പോൾ അവരുടെ ഹാർട്ടിന് അധികം കപ്പാസിറ്റി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ട് അവരത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹാർട്ടിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി അവർ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇപ്പൊ സർജറി കാര്യങ്ങളോ കഴിഞ്ഞിട്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർ ഓക്കെ നോർമൽ പൊസിഷനിലേക്ക് അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനം നോർമലിലേക്ക് ആയോ എന്നറിയാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ വരാറ്. ഒന്നാമത്തത് ത്രെഡ്മിൽ ടെസ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റ്, അവിടെ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ഒരു ടെക്നീഷ്യനെ നിർത്തി ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് കൊടുക്കുന്നു, അതിലൂടെ അവരുടെ ഹാർട്ട് എത്രത്തോളം പ്രവർത്തിക്കുന്നു അല്ലെ, ECG, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ അവരുടെ ഹാർട്ട് റേറ്റ്, ഇതെല്ലാം അറ്റൈറ്റായി നമ്മൾ ആ ഒരു സമയപരിധിക്കുള്ളിലുള്ളത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ ഒരു ടെസ്റ്റ് ഏതാണ് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ക്ലിയർ ആണോ ത്രെഡ്മിൽ ടെസ്റ്റ്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വാഹിദ മാം ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് മുതൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും ഒന്ന് വായിച്ചിട്ട് വരാം. നോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ശരി, താങ്ക് യു.